കൊണ്ടുപോയില്ല. അതുപോലെ തന്നെ ഈ ഒരു എൻട്രൻസിൽ എത്തുമ്പോൾ നമുക്കൊരു ശിവൻ്റെ വേറൊരു പ്രതിമ നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ നമസ്കാരം, സനോജാണ്. ഞാനിന്ന് വന്നിരിക്കുന്നത് സ്ഥലക്കച്ചവടത്തിനല്ല, നല്ലൊരു അടിപൊളി സ്ഥലം കാണിക്കാനാണ് കേട്ടോ. എൻ്റെ പുറകിൽ വലിയൊരു മതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ ഈഷ യോഗ സെൻറ്ററിലാണ്. ഈഷ യോഗ സെൻറ്ററിൻ്റെ മുമ്പിലാണ്, പുറത്താണ് കേട്ടോ. വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത്. അതാ കണ്ടില്ലേ, ഒരു എന്താ പറയുക, ഒരു ആന പിടിച്ചാൽ പൊങ്ങുന്ന വലിപ്പത്തിലുള്ള ഒരു 4-5 കല്ലുകൾ ആണ് മതിലിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ വലിയൊരു എന്താ പറയുക ക്രെയിനിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക. എന്നാലും നമുക്കത് ഊഹിക്കാൻ പറ്റില്ല. അത് എവിടുന്നൊക്കെ എത്രയോ ദൂരത്തു നിന്ന് കൊണ്ടുവന്നിട്ടുള്ള വലിയ പാറക്കടലാണെന്നാണ് പറയുന്നത്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് വായിച്ചപ്പോൾ അങ്ങനെ എനിക്ക് മനസ്സിലായി കേട്ടോ. ഭയങ്കരമായിട്ടുള്ള ഒരു വലിയൊരു കല്ലാണ്. നമുക്കത് ഇതിൻ്റെ അടുത്ത് പോയി ഞാൻ വീഡിയോ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. അപ്പോഴത് വ്യക്തമായിട്ട് നമുക്ക് അറിയുള്ളൂ കേട്ടോ. എന്തായാലും ഉള്ളിലെ കാഴ്ചകൾ നമുക്ക് കാണാം. എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. വീഡിയോ അലൗഡ് ഉണ്ടെങ്കിൽ നമുക്ക് കാണാം കേട്ടോ. കാണുന്നത് വെള്ളിയങ്കിരി മലനിരകളാണ് കേട്ടോ. ഇവിടേക്ക് ഏകദേശം ഒരു 2 കിലോമീറ്റർ ദൂരം, ഈ ഈഷാ സെൻറ്ററിൻ്റെ അവിടെ നിന്ന് 2 കിലോമീറ്റർ ദൂരം ചുറ്റിപ്പോയാലാണ് നമുക്ക് വെള്ളിയങ്കിരി മലനിരകൾ എത്തുക. അപ്പോൾ അതിൻ്റെ വെള്ളിയങ്കിരി മലനിരകളുടെ താഴ്വാരത്തിലാണ് നമ്മുടെ ഈഷാ യോഗ സെൻറ്ററിൽ കേട്ടോ. നല്ല ഗംഭീരമായിട്ടുള്ള ഒരു മതിൽക്കെട്ടാണ് നമുക്ക് ആദ്യം തന്നെ കാണുന്നത് കേട്ടോ. അപ്പോൾ അതിൽ മതിൽക്കെട്ടിൽ തന്നെ നമുക്ക് കാളയുടെ അതായത് നന്ദികേശൻ്റെ രൂപങ്ങളിങ്ങനെ ഇരുമ്പിലുണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നല്ല വലിയൊരു ഗംഭീരമായിട്ടുള്ളൊരു മതിൽക്കെട്ട് തന്നെയാണ്. അപ്പോൾ അതിലൊക്കെ നമുക്ക് കാർ പാർക്കിംഗ് അതിൻ്റെ ഉള്ളിലാണുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഗംഭീരം എന്ന് പറഞ്ഞാൽ പോലെ അതിഗംഭീരമായിട്ടുള്ള ഒരു പാറക്കല്ലാണ് നമുക്ക് ഈ എൻട്രൻസിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ, ഗംഭീരമായിട്ട് വലിയൊരു, അത് നമുക്ക് ഊഹിക്കാനൊന്നും പറ്റില്ല, അത്രയും വലുപ്പത്തിലുള്ളൊരു പാറക്കല്ലാണ് നമുക്ക് ഈ കാണുന്നത് കേട്ടോ. ഈ പാറക്കല്ലിൻ്റെ അടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. കൊട്ടാരങ്ങളുടെ ഉള്ളിലേക്ക് കയറുന്ന രീതിയിലുള്ള 2 കവാടങ്ങളാണ് ഇതിലുള്ളത് കേട്ടോ, ഗേറ്റുകൾ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. ഇത് വലിയ എന്താ പറയുക, 2 റോഡുണ്ട്. 1 വേ മോഡലിലുള്ള റോഡുകളാണ്. ഇപ്പുറത്ത് കൂടെ എൻട്രൻസും അപ്പുറത്ത് നമുക്ക് എക്സിറ്റുമാണ്. ഏകദേശം ഇവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയാലാണ് നമ്മുടെ ശിവൻ്റെ ഒരു പ്രതിമയുള്ളത്. അപ്പോൾ അത് നമുക്ക് കാണാം. പിന്നെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. നല്ല കാറ്റ് വീശുന്നു കേട്ടോ. മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ് വെള്ളിയങ്കിരി മലനിരകളാണ് ഈ കാണുന്നത്. അപ്പോൾ ആ മലനിരകളുടെ താഴ്വാരത്തിലാണ് നേരത്തെ പറഞ്ഞല്ലോ, ആ കാണുന്നതാണ് ആദിയോഗി കേട്ടോ. ഇതാണ് നമ്മൾ ദൂരത്ത് നിന്ന് കണ്ടിട്ടുള്ള ആദിയോഗി സ്റ്റാച്ചു. ഞാനിപ്പോഴും അതിൻ്റെ അടുത്തെത്തിയിട്ടില്ല കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര കാറ്റാണ്. കാരണം മലയിൽ നിന്നൊക്കെ വരുന്ന കാറ്റ് കെട്ടിയിട്ട് നമുക്ക് ഭയങ്കര സുഖകരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ. അത് അനുഭവിച്ചറിയാൻ വേണം കേട്ടോ. ആദിയോഗി സ്റ്റാച്ചുവിനെ കാണാൻ ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവിടെ ഭയങ്കര ഫുള്ളാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ആദിയോഗി സ്റ്റാച്ചുവിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 112 അടിയാണ്. ഈ 112 അടിയിൽ ഇരുമ്പിൻ്റെ തകിട് കൊണ്ടാണ് ആദിയോഗി സ്റ്റാച്ചു ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. നമ്മൾ എൻട്രൻസിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം വണ്ടി വന്നിട്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ് സ്റ്റാച്ചുവിൻ്റെ അടുത്ത് എത്തിയത്. ഇനി ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററോളം നമുക്ക് പോകാനുണ്ട്. കാരണം എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ ഇതിനകത്ത് തന്നെ കുറച്ച് 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വേറൊരു ധ്യാനലിംഗം പറഞ്ഞൊരു മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്, 1 കിലോമീറ്റർ ദൂരത്തിൽ. അപ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് ആളുകളെ ആകർഷിക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു പ്രതിമയാണ് ഈ കാണുന്ന ആദിയോഗി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് കാണാനെത്തുന്ന ആളുകളാണ് ഈ ധ്യാനലിംഗ ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുന്നത്. മാത്രമല്ല, ഈ ധ്യാനലിംഗ ക്ഷേത്രം ഇവിടെ വന്നിട്ട് ആദിയോഗി സ്റ്റാച്ചുവിനെ മാത്രം കണ്ട് തിരിച്ചു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോട് എനിക്ക് ഈ വീഡിയോ കാണുന്ന ആളുകളോട് പറയാനുള്ളത്, ഇതല്ല കാണാനുള്ളത് അതിനകത്താണെന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ആദിയോഗി സ്റ്റാച്ചുവിൻ്റെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ രുദ്രാക്ഷമുത്തുകൾ കൊണ്ടുള്ള ഒരു വലിയൊരു വടം പോലെ, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ വലുപ്പത്തിലുള്ള ഒരു രുദ്രാക്ഷമാലകൾ, ഓരോ രുദ്രാക്ഷമാലകളും കോർത്തിണക്കി ചുറ്റി പിണച്ച് ആണ് നമ്മുടെ ഈ ആദിയോഗി സ്റ്റാച്ചു. അതായത് 112 അടിയുള്ള ഈ സ്റ്റാച്ചുവിൻ്റെ ഒരു മാല രുദ്രാക്ഷമാല ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണ ഓരോ സന്യാസിമാർ ഇടുന്ന വലിയ രുദ്രാക്ഷമുത്ത് കൊണ്ടുള്ള അങ്ങനത്തെ കുറേ മാലകൾ കൂട്ടിപ്പിണച്ചുകൊണ്ടാണ് ഈ സ്റ്റാച്ചുവിൻ്റെ ഒരു മാല ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഹൈറ്റും അതിൻ്റെ ഒരു സൈസൊക്കെ നമുക്ക് ആലോചിച്ച് തന്നെ കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ആദിയോഗിയുടെ പിന്നിലാണ് കേട്ടോ. ആദിയോഗിയുടെ പിന്നിൽ ഒരുപാട്, അതായത് ഇതിൻ്റെ ചുറ്റും വേലി പോലെ കെട്ടിയിരിക്കുന്ന തന്നെ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ശൂലങ്ങളാണ്. ഒരുപാട് ശൂലങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള ശൂലങ്ങൾ കാണാം. അപ്പോൾ ശിവൻ്റെ ആയുധമുള്ള ശൂലം,
അപ്പോൾ അതുകൊണ്ട് തന്നെ ശൂലത്തിൻ്റെ രൂപങ്ങളാണ് ഒരുപാട്. ഇപ്പോൾ ഇത് നമ്മൾ കാണുന്നത് ആദിയോഗിയുടെ പിൻവശമാണ് കേട്ടോ. ഏറ്റവും പിൻഭാഗത്തുള്ള ഒരു എന്താ പറയുക വ്യൂ ആണ് നമ്മൾ കാണുന്നത് കേട്ടോ. വലിയ മല പോലെ നമുക്ക് തോന്നും, പക്ഷേ ഇത് മുടിയിഴകളാണ്. മുടിയിഴകളുടെ രൂപം ആ ഇരുമ്പിൽ തകിടിൽ അങ്ങനെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. കണ്ടില്ലേ, ഒരു ലോറിയുടെ വലിപ്പം കണ്ടില്ലേ. ഒരു ടെമ്പോ അവിടെ നിൽക്കുന്നുണ്ട്, ഒരു ചെറിയൊരു ബുൾഡോസറൊക്കെ കയറ്റിയിട്ടുള്ളത്. എന്തൊക്കെയോ അവിടെ വെള്ളം സപ്ലൈ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് തോന്നുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വണ്ടിയൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഭീമാകാരമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പ്രതിമ തന്നെയാണ് നമ്മൾ ആദിയോഗി എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ അപൂർവമായിട്ടുള്ളൊരു ചിത്രം നമുക്കിവിടെ കിട്ടി കേട്ടോ. സൂര്യൻ്റെ ആ ഒരു ബിംബം അദ്ദേഹത്തിൻ്റെ ആ നെറ്റിയിൽ ഇങ്ങനെ പ്രകാശിക്കുന്നൊരു ഇത് എനിക്ക് പെട്ടെന്ന് കിട്ടി. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ആദിയോഗി സ്റ്റാച്ചുവിൻ്റെ അവിടെ നിന്ന് ധ്യാനലിംഗ ക്ഷേത്രത്തിലേക്ക് കാളവണ്ടി സർവീസ് ഉണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ, എനിക്ക് തോന്നുന്നത് 10 രൂപ 20 രൂപയൊക്കെയാണ് അതിൻ്റെ ചാർജ് എന്ന് തോന്നുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഒരുപാട് കടകൾ, നമുക്ക് ചെറിയ ചെറിയ ഒരുപാട് എന്താ പറയുക പല സാധനങ്ങളും വാങ്ങാൻ കിട്ടുന്ന കടകളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഇവിടെ ബസ് സ്റ്റാൻഡ് ഉണ്ട്, ആ സൈഡിൽ ബസ് സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെ നമുക്ക് എന്താ പറയുക പാർക്കിംഗ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ആദിയോഗി സ്റ്റാച്ചുവിൻ്റെ അവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററോളം നടന്ന് നമ്മൾ ഈ എന്താ പറയുക ധ്യാനലിംഗ ക്ഷേത്രത്തിനോട് അടുത്തെത്താറായി. അപ്പോൾ ഇവിടെ തന്നെയാണ് നമുക്ക് എന്തുള്ളത്, ഈ പറഞ്ഞ പോലെ തന്നെ ക്ലോക്ക് റൂം ഉള്ളത്. അതുപോലെ തന്നെ എല്ലാ മൊബൈലും അതുപോലെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളും എല്ലാം നമുക്ക് അവിടെ വെച്ചിട്ട് വേണം നമ്മളതിനകത്തേക്ക് കിടക്കട്ടോ. മൊബൈലൊന്നും ഉള്ളിലേക്ക് കൊണ്ടുപോയില്ല. അതുപോലെ തന്നെ ഈ ഒരു എൻട്രൻസിൽ എത്തുമ്പോൾ നമുക്കൊരു ശിവൻ്റെ വേറൊരു പ്രതിമ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് വെങ്കലത്തിൽ തീർത്തിട്ടുള്ള ഒരു പ്രതിമ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. മുമ്പ് ഞാൻ ഇതുപോലെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാളക്കൂറ്റന്മാരൊക്കെ ഭയങ്കര കൂറ്റൻ കാളകളാണ്. നമ്മളിത് കാണുമ്പോൾ തന്നെ ഭയങ്കര അതിശയമായിരിക്കും കേട്ടോ. ഭയങ്കര കൂറ്റൻ കാളകളാണ്, കാരണം പേടിച്ചു പോകും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടുന്ന് ഇതാണ് നമുക്ക് ക്ലോക്ക് റൂമിലേക്കുള്ള ആ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. മനസ്സിലായി, നമ്മുടെ എല്ലാ എന്താ പറയുക ഐറ്റംസുകളും ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്ന സെക്യൂറായിട്ടുള്ളൊരു കൗണ്ടർ തന്നെയാണ്. നമുക്കവിടെ കൊടുക്കാം. എല്ലാ ആളുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാണുന്നതാണ് നമ്മൾ ധ്യാനലിംഗ ക്ഷേത്രത്തിലേക്കുള്ള എൻട്രൻസ് വരുന്നത് കേട്ടോ. അവിടെ വലിയൊരു സർപ്പത്തിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എല്ലാം ഇവിടെ ക്യാമറയും മൊബൈലും എല്ലാം കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്നിരുന്നാലും നമ്മളിത് ആ കൗണ്ടറിലേക്ക് പോവുകയാണ് കേട്ടോ. കൗണ്ടറിലേക്ക് പോയിട്ട് ഒരുപാട് ആളുകൾ കൗണ്ടറിൽ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട്. കാരണം ആ ധ്യാനലിംഗ ക്ഷേത്രത്തിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ചെരുപ്പ് നമുക്ക് അതിനകത്തേക്ക് ഇട്ടിട്ട് പോകാം കേട്ടോ. ചെരുപ്പ് ഇവിടെ കൊടുക്കണ്ട. ഇവിടെ കൊടുക്കേണ്ട സാധനങ്ങൾ എന്താ വെച്ചാൽ മൊബൈൽ, പിന്നെ അതുപോലെ തന്നെ ബാഗിൽ എന്തെങ്കിലും സാധനങ്ങൾ തുണികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ട് ബാഗ്, നമ്മൾ ക്യാരി ബാഗും എല്ലാ സാധനങ്ങളും ഇവിടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും എടുക്കേണ്ട സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് തോർത്തോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എടുക്കേണ്ട സാധനങ്ങളുണ്ടെങ്കിൽ അവിടെ തന്നെ നമുക്ക് ഒരു സഞ്ചി തരും. ആ സഞ്ചിയിൽ നമ്മൾ വാങ്ങിയിട്ട് അതങ്ങനെ നമുക്ക് ആ സഞ്ചി ഒന്ന് ഇട്ടിട്ട് അകത്തേക്ക് പോകാം കേട്ടോ. അകത്തന്നെ ഒരു കൗണ്ടർ ഉണ്ട്, അവിടെ ചെരുപ്പുകളൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്ന സൂര്യകുണ്ട് കൊണ്ട് ഒരു സ്നാനഘട്ടമുണ്ട്. അതിൽ പോയിട്ട് നമുക്ക് കുളിക്കാം. കുളി കഴിഞ്ഞതിന് ശേഷമാണ് ധ്യാനലിംഗ ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് കാണാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദിയോഗി പ്രതിമയിലേക്കൊരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയുണ്ട്. അത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് കാണാൻ തീരുമാനിച്ചു. ആ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാണാനുള്ള ജനക്കൂട്ടാണത് ഇപ്പോൾ വളരെ കുറവുള്ളൂ. കുറച്ചുകൂടി കഴിയുമ്പോൾ ഇഷ്ടം പോലെ ആളുകളുണ്ടാവുമെന്നാണ് പറയുന്നത്. എന്തായാലും ആദിയോഗിയുടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാണാൻ വേണ്ടി 7:20 ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. എല്ലാ ദിവസവും ഇവിടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഉണ്ട്. അത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അനുഭൂതി പകരുന്ന തരത്തിലുള്ള ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആണെന്നാണ് പറയുന്നത്, കേൾക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം കേട്ടോ.
Over 15,000 years ago, a being appeared in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown. When his ecstasy allowed him some movement, he danced wildly. When intensity peaked, he became utterly still. People saw that he was experiencing dimensions that no one had ever known or able to fathom. His ecstasy and intensity allowed him to transcend his physical form. Witnessing an individual human in union with the cosmos, they called him a yogi, as he was the first one, the Adi Yogi. When his stillness lasted for years on end, curious onlookers melted away. Only 7 seekers remained, as they could not tear themselves away from him. He transmitted the profound science of yoga in its full depth and dimension. He expounded 112 methods of attainment, offering his disciples access to the deepest innards of creation. It was a vision of the very core of the cosmos in all its profundity and magnificence, a vision of the unfathomable mysteries of the universe, a most overwhelming vision the sages and Devi Parvati had ever witnessed.
Devi Parvati, seeing Adiyogi, reveling in ecstatic states, said, I want to have what you have. Show me the way. Adiyogi absorbed her and made her a part of himself, and hence he is the Ardhanari, the ideal man, where one half of him is woman. Seeing the splendor of this magnificent union, Dhaneshwaraya Shiva Shiva Sarveshwaraya Shambho Shambho We are glad to announce that cultural offerings and Adiyogi Divyadarshanam will happen every day at 7 p.m. whenever the Adiyogi premises is open. ಕಲೆ ನಿಗಲ್ಚಿಗಳು ಆದಿಯೋಗಿ ದಿವ್ಯ ದರ್ಶನ